നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാന്യപദാർത്ഥനായ നല്ല അവലത്യവും സദായിപ്പോഴും ഇടവിടാതെ കരേറ്റുവാനായി അടിയങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. മഹാപ്രധാനാചാര്യനായ ഞങ്ങളുടെ കർത്താവേ, നീ കൂദാശകളെ ശുദ്ധീകരിക്കുന്നവനും കാഴ്ചകളെ കൈക്കൊള്ളുന്നവനും ആകുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ഒരിക്കലായി പ്രാണാർപ്പണം ചെയ്ത് നിന്റെ രക്തം മൂലം ഞങ്ങളുടെ തെറ്റുകളെ മായ്ച്ചു കളഞ്ഞു. നിന്റെ യാഗം മൂലം ഭൂതലത്തിന് പാപപരിഹാരം നൽകുകയും ചെയ്തു. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതായ സമയത്തും സകലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ കൈകളാൽ കൊന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതമായി ചില്ലായ്മ ചെയ്തവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാനുഗ്രഹത്താൽ വളരെയും വലിയവയുമായ എന്റെ അസംഖ്യ പാപങ്ങളെ വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായിച്ചു ഉത്തമനായുള്ള കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അവയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ സകലം മരിച്ചുപോയവരുടെയും ദേഹികളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് അനുഗ്രഹങ്ങളും മനോഗുണവുമാകുന്ന ബലി നീ അവരുടെ അസ്ഥികളിൽ മേൽ തളിക്കണമേ. മഹത്വത്തിന്റെ ഉടയവനായ ഞങ്ങളുടെ രാജാവും നാഥനുമായ കർത്താവേ, ഞങ്ങൾക്കും അവർക്കും വിമോചനവും വിമോചകനും നീയായിരിക്കണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് അരുളി ചെയ്ത് ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി ഞങ്ങളെ തുടർന്നാൻ വരയണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ കഠിനതരങ്ങളായ സകല ശിക്ഷകളെയും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപസൂചകങ്ങളായ വടികളെ ഞങ്ങളിൽ നിന്നും വിലക്കി നീക്കിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടവും യോഗ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായിരിക്കുന്ന ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും നീ യോഗ്യരാക്കണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ കരയേറ്റുന്നു. ഞങ്ങളുടെ ദൈവമായ തമ്പുരാനേ, നീ ഉത്തമനും വിശുദ്ധന്മാർക്ക് കൃപയോടെ പരിശുദ്ധത നൽകുന്നവരുമാകുന്നു. രഹസ്യപൂർണമായ മാളികയിൽ വെച്ച് പാപപരിഹാരം നൽകുന്ന നിന്റെ ശരീരം നിന്റെ ശിഷ്യന്മാർക്ക് നീ നൽകി
സകല വിശ്വാസികൾക്കും പാപപരിഹാരപ്രദമായ നിന്റെ രക്തം നീ പകർന്നു കൊടുത്തു. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീനെന്ന് നീ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും ചെയ്തു. കർത്താവേ, അയോഗ്യനായ എന്നെ പരിശുദ്ധാത്മാവിനാൽ പൗരോഹിത്യ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി നിന്റെ മഹാകരുണയാൽ നീ വിളിച്ചു വരുത്തിയിരിക്കുന്നുവല്ലോ. ആകയാൽ ദൈവികവും ആത്മീയവുമായ ഈ ബലിയിൽ ഞങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ആനന്ദഭരിതരായി ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക ബലിയാകുന്നു. ഞങ്ങളുടെ കളങ്കങ്ങൾ വെടിപ്പാക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവിക ബലിയാകുന്നു. പൂർണ്ണന്മാർ തന്മൂല സ്വർഗത്തിലേക്ക് ഉയരുന്ന ദൈവിക ബലിയാകുന്നു. ലോകത്തിന്റെ ജീവന് വേണ്ടി രക്തം കൂടാതെ അർപ്പിക്കപ്പെടുന്ന ദൈവിക ബലിയാകുന്നു. ഹാബീൽ തന്റെ സ്വീകാര്യോഗ്യമായ ബലി മൂലം ഏതൊരു നിഷ്കളങ്ക ബലിയെ സൂചിപ്പിച്ചുവോ ദൈവിക ബലിയാകുന്നു. വിശ്വാസികളും ദീക്ഷിതരുമായ ഞങ്ങൾക്ക് സ്വർഗീയ വാഗ്ദാനങ്ങളുടെ സങ്കേതസ്ഥാനം നിർദ്ദേശിക്കുന്ന ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും ശരീരങ്ങൾക്കും രക്ഷയുടെ ആയുധം പ്രദാനം ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. പാപികളുടെ കുറ്റങ്ങളും പാപങ്ങളും തന്മൂലം ക്ഷമിക്കപ്പെടുന്നതായ ദൈവിക ബലി ഇതാകുന്നു. നല്ലവനാകുന്നു എന്ന് രുചിച്ചറിവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യാത്മ ദീർഘദർശിയായ ദാവീദ് സൂചിപ്പിച്ച ദൈവിക ബലി ഇതാകുന്നു. മഹാപുരോഹിതനായ യൂസോദോക്കിന്റെ പുത്രൻ യോശുവ ദീർഘദർശി ഏതൊന്നിനാൽ തന്റെ മാലിന്യ വസ്ത്രങ്ങൾ ഉരിഞ്ഞു കളഞ്ഞുവോ ആ ദൈവിക ബലി ഇതാകുന്നു. യേശയ്യാ ദീർഘദർശിക്ക് ഒരു നിക്ഷേപമായി അഗ്നിക്കുഴലുകൊണ്ട് നൽകപ്പെട്ട ദൈവിക ബലി ഇതാകുന്നു. മഹാപ്രധാനാചാര്യനായ മൽക്കീസേദെക്ക് കൽപ്പിച്ച അപ്പവും വീഞ്ഞു മൂലം ഏതൊരു നിർമ്മല ബലിയെ സൂചിപ്പിച്ചുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സന്ധ്യാസമയത്ത് ഇറക്കപ്പെട്ട കുഞ്ഞാട് മൂലം കർത്താവിന്റെ ദീർഘദർശി ഏതൊന്നിന്റെ ദൃഷ്ടാന്തം കാണിച്ചിരുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. സകല നീതിമാന്മാരും പുണ്യവാന്മാരും പ്രത്യക്ഷമായി കാണുവാൻ കാംക്ഷിച്ചിട്ടും കഴിയാതിരുന്ന ദൈവിക ബലി ഇതാകുന്നു. വീണ്ടും ജനനം പ്രാപിച്ച വിജാതിയരുടെ കടങ്ങൾ യാതൊന്നിനാൽ പരിഹരിക്കപ്പെടുകയും കുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നുവോ ആ ദൈവിക ബലി ഇതാകുന്നു. പരിശുദ്ധമായ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യുന്ന ദൈവിക ബലി ഇതാകുന്നു. ദീർഘദർശിമാരിൽ തലവനായ മോശ മേശയെ സൂക്ഷിച്ചു പോന്നിരുന്ന കാഴ്ചയപ്പം മൂലം സൂചിപ്പിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. അഗ്നിമയന്മാരും ആത്മീയരുമായ ക്രൂപന്മാരും ശ്രോപന്മാരും ഏതൊന്നിന്റെ മുമ്പാകെ വിറച്ചുകൊണ്ട് നിൽക്കുന്നു ആ ദൈവിക ബലി ഇതാകുന്നു. പിതാവിനോടും ഏകപുത്രനോടും ഒന്നായി പരിശുദ്ധ റൂഹ ആവസിച്ച് ഏതൊന്നിനെ ശുദ്ധീകരിക്കുന്നു ആ ദൈവിക ബലി ഇതാകുന്നു. അനാദ്യമായ പിതാവ് പൂർത്തിയാക്കുകയും മത്സരപുത്രൻ അനുഷ്ഠിക്കുകയും പരിശുദ്ധ റൂഹ ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ദൈവിക ബലി ഇതാകുന്നു. ദൈവിക തൃത്വത്തിന്റെ മധ്യമധ്യായവൻ തന്റെ തിരുവേദിയുടെ കഷ്ടാനുഭവങ്ങൾ പോലെ നിർവഹിച്ചതായ ദൈവിക ബലി ഇതാകുന്നു. ഞങ്ങളും വിശ്വാസികളായി ഞങ്ങളുടെ മരിച്ചുപോയവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശ്രേഷ്ഠമായ മഹത്വത്തിനും സമൃദ്ധിയായ നൽവരങ്ങൾക്കും അർഹരായി തീരണമേ. ബലഹീനരും പാപികളുമായി ഞങ്ങൾ തിരുസന്നിധിയെ സമർപ്പിക്കുന്ന ഈ ദൂഹത്തോടുകൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ദൈവത്തെ ഓർത്ത് ബോധപ്പെടുത്തുന്നു. ഹോശോ വൽകുൽ സുബാൻ ലവൽ ബി